പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2017 ഏതാണ്ട് 1.5 മാസക്കാലത്തെ വ്യത്യാസത്തിനിടയിൽ മരണപ്പെട്ട 2 പാവപ്പെട്ട പെൺകുട്ടികൾ, അവരെ നമ്മൾ വാളയാർ കുട്ടികൾ എന്നാണ് നമ്മൾ അറിയുന്നത്. അവർ മരിച്ച പെൺകുട്ടികൾ നേരത്തെ സൂചിപ്പിച്ചു. ഞാനത് ആത്മഹത്യയായി കാണുന്നില്ല, അത് കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഞാൻ. ആ വിഷയത്തിൽ കോടതി നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടപടികൾ നടക്കുന്നതിനിടയിൽ ഇപ്പോഴത്തെ CBI ജനുവരി അവസാനത്തെ ആഴ്ച ഒരു അധിക കുറ്റപത്രവും കൂടി എറണാകുളം CBI കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ആ കുറ്റപത്രം വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടികളുടെ അച്ഛൻ ഷാജിയെയും അമ്മ ഭാഗ്യവതിയെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് CBI എറണാകുളം പ്രത്യേക CBI കോടതിയിൽ ജനുവരി അവസാനത്തെ ആഴ്ച സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ആ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഷാജിയും ഭാഗ്യവതിയും, പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഭാഗ്യവതി, അറിഞ്ഞുകൊണ്ട് തൻ്റെ കുട്ടികളെ ഈ ഷിബു എന്ന് പറയുന്ന പ്രതിക്ക് പീഡിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ആ കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഭാഗ്യവതിയും ഷാജിയും വീട്ടിലുള്ളപ്പോൾ ഈ ഷിബുവിന് ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ സ്വന്തം അമ്മ വിട്ടുകൊടുത്തു എന്നും, അവരവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഷിബുവിന് ഈ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുവെന്നും, അവർ മദ്യപാനിയാണെന്നും, അവർ ഈ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ പൊർണോഗ്രാഫിക് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ മൊബൈൽ ഫോണിലൂടെ കാണിക്കാനുള്ള അവസരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള ഭാഗ്യവതിക്കെതിരെ CBI ആ കുറ്റപത്രത്തിൽ നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വലിയ വിവാദമാകുമല്ലോ. പ്രത്യേകിച്ച് CPM-ൻ്റെ ഹാൻഡിലുകളും ഒക്കെ തന്നെ അത് വലിയ വിവാദമാക്കിയിരിക്കുകയാണ്. കാരണം ഭാഗ്യവതി പിണറായി വിജയനെതിരെ മത്സരിച്ചല്ലോ, ആ കലിപ്പ് അവർക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് വലിയ പ്രചരണമാക്കിയിരിക്കുകയാണ്. പാലക്കാട് നിന്നുള്ള MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രിയും അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മയെക്കുറിച്ച് വന്നിട്ടുള്ള പിന്നെ കുറ്റപത്രം നിങ്ങൾ കണ്ടില്ലേ, കൊണ്ടു തരുന്നതല്ലേ നിങ്ങൾ കുറേ നാൾ, ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹവും രംഗത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതിയോട് ഞാൻ വിശദമായി സംസാരിച്ചു. ഞാൻ കുറ്റപത്രം വിശദമായി വായിച്ചിരുന്നു. ആ കുറ്റപത്രത്തിൽ ഭാഗ്യവതിയെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ ഞാൻ ഭാഗ്യവതിയുടെ മുന്നിൽ നിരത്തി. എന്നിട്ട് ഓരോന്നിലും ഭാഗ്യവതിക്ക് എന്താണ് മറുപടി എന്നുള്ളത് ഞാൻ എണ്ണി ഭാഗ്യവതിക്ക് ചോദിച്ചു. ഭാഗ്യവതി വിശദമായി തന്നെ എനിക്ക് അതിനുള്ള മറുപടി തന്നു. ആ ഓഡിയോ സംഭാഷണമാണ് ഇതിൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ ഓഡിയോ സംഭാഷണത്തിൽ അവസാനം വിതുമ്പുന്ന ഭാഗ്യവതിയെ നിങ്ങൾക്ക് കാണാൻ. എന്തായാലും ഭാഗ്യവതിക്ക് ഈ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് എന്താണ് മറുപടി എന്നുള്ളത് അവരുമായി നടക്കുന്ന ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. അതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ ഓഡിയോ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഈ പെൺകുട്ടികളുടെ അമ്മ എന്ത് കുറ്റമാണ് ചെയ്തത്, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഞാൻ വിടുകയാണ്. ഇപ്പം CBI പിന്നെ ജനുവരിയിൽ കൊണ്ടുവന്നിട്ട് ഒരു 3-4 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുറ്റപത്രങ്ങളിലൊക്കെ ഞാനത് പൂർണ്ണമായും വായിച്ചു നോക്കിയിരുന്നു. അപ്പൊ അതിലൊക്കെ അവര് പരിപൂർണമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആണ് നിങ്ങളുടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുനിന്നത് എന്നാണ് അവര് അതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത്, നിങ്ങൾ ഈ ഷിബു എന്ന് പറഞ്ഞ പ്രതി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നുണ്ടായിരുന്നു. അയാള് നിങ്ങളുടെയും കൂടെ അറിവോടുകൂടിയാണ് ഈ കുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഈ പറഞ്ഞ പോലെ ലൈംഗികമായിട്ടുള്ള ഇതുള്ള എന്തോ വീഡിയോകൾ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അത് പിള്ളേരെ കാണിച്ചു. പിന്നെ എന്തോ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾക്കെതിരെ നിങ്ങൾ എന്തോ ഒരു പീഡന പരാതി. കൃഷ്ണൻ പറഞ്ഞാല് എന്റെ ആദ്യത്തെ ഭർത്താവാണ്. അതെ. അപ്പൊ അയാൾക്കെതിരെ നിങ്ങൾ എന്തോ ഒരു ബലാത്സംഗ പരാതി കൊടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു മിനിറ്റ്. അപ്പോ ഇതൊക്കെയാണ് വിശദമായി നിങ്ങൾക്കെതിരെ CBI കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ. അപ്പൊ ആ ആരോപണങ്ങളിലൂടെ എല്ലാം അവര്
സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഉം. ഈ കുട്ടികളെ ലൈംഗികമായി പ്രതികൾക്ക് പീഡിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് അവരുടെ അമ്മയായിട്ടുള്ള നിങ്ങളാണ് എന്നുള്ളതാണ്. ഇതാണ് അവര് വിശദമായി അതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് അത് ശരിയാണ് എന്നുള്ള നിലയിലുള്ള വലിയ തോതിലുള്ള പ്രചരണം CPM-ന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഓൺലൈനിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി അയാൾ പത്രസമ്മേളനം നടത്തി പറയുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ആരോപണങ്ങളെ കുറിച്ചിട്ട് ആ മരിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മ എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാനുള്ളത്? പിന്നെ ഇപ്പൊ ഈ CBI പറഞ്ഞല്ലോ സാറേ, ഈ മക്കളിനെ കൂട്ടിക്കൊടുത്തു എന്നുള്ളത്. അതില് മക്കളുടെ പ്രായം ഒന്ന് കണക്കാക്കണം. 11, 9 വയസ്സുള്ള മക്കളാണ്. അവരെ കൂട്ടിക്കൊടുത്തുകൊണ്ട് എനിക്ക് ജീവിക്കണം ഒരു ഗതികേടും പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ വിറ്റ് ജീവിക്കാമായിരുന്നല്ലോ. എന്റെ ഈ ഒന്നും അറിയാത്ത മക്കളെ വിറ്റുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, പ്രായപൂർത്തി പോലും ആകാത്ത മക്കളെ ഇത് ചെയ്യിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ. എനിക്ക് എന്റെ ശരീരം വിറ്റുകൊണ്ട് ജീവിക്കാമായിരുന്നല്ലോ. മക്കളെ വിട്ടുകൊടുത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അതായിരുന്നല്ലോ. അപ്പൊ എന്ത് അർത്ഥത്തിലാണ് അവരത് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പിന്നെ ഈ ആദ്യത്തെ ഭർത്താവ് കൃഷ്ണൻ പറയണത് ആള് ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുള്ള പരിചയമാണ്. ആള് കല്യാണം കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. കാരണം എനിക്ക് അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുന്ന ആളായതുകൊണ്ടും നോക്കി കല്യാണം കഴിച്ചു കൊടുക്കാൻ കുടുംബത്തിലെ ആങ്ങളമാരില്ലാത്തത് കൊണ്ടും അന്നത്തെ സാഹചര്യം ഗതികേട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷെ മൂപ്പര് ആദ്യം കല്യാണം കഴിച്ച വിവരം എന്നോട് പറഞ്ഞില്ലായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് മൂപ്പർക്ക് ആദ്യം ഭാര്യയും കുട്ടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാനായിട്ട് ഒഴിവായതാണ്. അവർക്ക് ആദ്യം ഭാര്യയും കുട്ടി ഉള്ളത് കൊണ്ട് ഞാനായിട്ട് ഒഴിവായതാണ്. മാത്രമല്ല എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. വേറെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പറ്റിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഞാനത് വനിതാ സെല്ലിൽ പോയി പരാതി കൊടുത്ത് കേസാക്കിയിട്ടുണ്ടായിരുന്നു. കേസ് 5 കൊല്ലം നടക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മകൾക്ക് 18 വയസ്സ് വരെ ഉള്ള ചെലവിനെ കെട്ടിക്കോളാന്ന് കോടതിയിൽ സമ്മതിച്ചു. അപ്പൊ ഞാൻ മകൾക്ക് 18 വയസ്സാകുന്ന വരെയൊന്നും ഇരുന്നില്ല. അവൾക്ക് 3-4 വയസ്സ്, അവൾക്ക് 1 വയസ്സ് ആവണുള്ളൂ. അപ്പോഴേക്കുമാണ് ഞാൻ ഷാജിയേട്ടന്റെ കൂടെ കോൺഗ്രസ് പണിക്ക് പോയി കൂടി കല്യാണം കഴിച്ചത്. അപ്പൊ കൃഷ്ണന്റെ കാര്യം പോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവരതിനകത്ത് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുറി ഷെഡ് ആണ് ഉണ്ടായിരുന്നത്. ആ ഷെഡിൽ ഒറ്റ മിനിറ്റ് ബാക്കി. ആ ഷെഡിൽ 3 വർഷമായി ഈ ഷാജി എന്ന് പറഞ്ഞ പ്രതിയും നിങ്ങളും ഒക്കെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഷാജി എന്നല്ലേ അല്ലെ? ഒരു ഷിബു 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 എന്ന് പറഞ്ഞ പ്രതിയും നിങ്ങളും ഒറ്റമുറി ഷെഡിൽ 3 വർഷം ഒരുമിച്ച് ജീവിച്ചിരുന്നു. ആ ഒരുമിച്ച് ജീവിച്ചിരുന്നപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഷിബു നിങ്ങളുടെ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നെന്നാണ് CBIയുടെ അടുത്ത വാദം. പിന്നെ ഒരു സത്യം പറയട്ടെ സാറേ, ഷിബുവിന് ഞങ്ങൾക്ക് 10 വർഷമായിട്ട് പരിചയമുണ്ട്. വാർക്കപ്പണിക്ക് വന്നിട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഷിബു ഞങ്ങളുടെ അവിടെ വന്ന് ഇരിക്കുന്നത് മൂത്ത മകള് മരിക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ്, 10-15 ദിവസം മുമ്പാണ് അവൻ കഞ്ചിക്കോട് കണ്ണോട് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്കിരുന്ന് അവിടെ ആന വന്ന് ജനലെല്ലാം വലിച്ചിട്ടിട്ട് രാത്രി അവൻ നടന്നാണ് വന്നത് വീട്ടിലേക്ക്. എന്നിട്ട് അവനെ വേറൊരു റൂം നോക്കി മാറിക്കോളാം തൽക്കാലത്തേക്കെന്നും പറഞ്ഞ അവൻ നമ്മുടെ അവിടെ ഇരുന്നപ്പം നമ്മളെ ഒറ്റമുറി ഷെഡ് കാരണം വന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്ര ആൾക്കാരെ അതിന്റെ ഉള്ളിൽ എങ്ങനെ കടന്നു എന്നുള്ളത് സ്വയം ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവനെ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് പരിചയം ഉണ്ടെന്നല്ലാതെ നമ്മളെ വീട്ടിൽ വന്നിട്ട് വർഷക്കണക്കിന് നിൽക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോ പിന്നെ എങ്ങനെയാണ് 3 വർഷമായിട്ട് താമസിച്ചു എന്ന് പറയാ? അപ്പൊ അതുപോലെ തന്നെ ഈ വീഡിയോകൾ നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾ പിള്ളേരെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഒരിക്കലും ഒരു അച്ഛനമ്മയും ചെയ്യില്ലല്ലോ സാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്വന്തം മക്കളെ കൊണ്ടിട്ട് എന്താ പറയാ അനാവശ്യമായിട്ടുള്ള വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുക പറഞ്ഞാൽ ആരാ ചെയ്യ? അങ്ങനെ ബുദ്ധിയുള്ളവർ പറയുന്നവരെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാനല്ലേ ഉള്ളൂ. അതായത് നിങ്ങൾ എന്തോ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയുടെ ഒക്കെ വീഡിയോകളാണ് മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ അതിനകത്ത് ജീവിച്ചിരിക്കുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള എന്തോ ലൈംഗിക വീഴ്ചയുടെ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോകളായിരുന്നു നിങ്ങൾ മക്കളെ കാണിച്ചിട്ട് മക്കള് പോയി ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എഴുതി വെച്ചിരിക്കുക. അല്ല, അങ്ങനെ വീഡിയോ കാണിക്കണമെങ്കിൽ സാറേ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫോൺ പോലത്തെ ഫോണാണെങ്കിൽ എല്ലാം അതൊക്കെ സാധിക്കുള്ളൂ.
ഇങ്ങനെയാണ് നിങ്ങളെ കുറിച്ച്. അല്ല, ഞാൻ എന്റെ സംശയം ചോദിക്കാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ടച്ച് ഫോൺ പോലത്തെ ഫോണാണെങ്കിൽ അല്ലേ അതൊക്കെ സാധിക്കുള്ളൂ? ആണല്ലേ? അതെ, അങ്ങനത്തെ ഫോൺ പോലും അല്ലായിരുന്നു. അല്ല, ആണോ അല്ലയോ? അതെ, ആണല്ലോ. ഈ 5 വർഷം മുമ്പ് എന്റെ കയ്യിലുണ്ടായത് ഒരു കുഞ്ഞു ഫോണാണ്. എടുക്കാം. എന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കുഞ്ഞു ഫോണാണ്. അതിന്റെ അകത്ത് എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്കറിയാൻ പാടില്ല അവർ എന്ത് അർത്ഥത്തിൽ പറഞ്ഞെന്നുള്ളത്. ഈ ഫോൺ ഞാൻ വാങ്ങിച്ച് 2019 അതിന് ശേഷമാണ് എന്റെ കയ്യിൽ ഈ ടച്ച് ഫോൺ കിട്ടുന്നത് തന്നെ ആദ്യമായിട്ടാണ്. പിന്നെ ഇതിക്ക് മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഫോൺ വർഷങ്ങളായിട്ട് ഞാൻ ഈ വലിയ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചെറിയ കുഞ്ഞു ഫോണാണ് ഉണ്ടായിരുന്നത്? കുഞ്ഞു ഫോൺ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കുഞ്ഞു ഫോണാണ്, സാംസങ്ങിന്റെ ഒരു ഫോണാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ ഫോൺ കൈ വെച്ചിരിക്കുന്ന എന്റെ കയ്യിൽ എങ്ങനെയാ വീഡിയോ എടുക്കാൻ പറ്റുക, കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുക? എനിക്കറിയാൻ പാടില്ല അവർ എന്തർത്ഥത്തിൽ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഈ ഒരു പ്രചരണം സംബന്ധിച്ച്? അതിലിപ്പോ ഞാൻ പറയട്ടെ സാറേ, സമരമായിട്ട് മുന്നോട്ട് ഇറങ്ങി തിരിക്കാതിരിക്കാനും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കാനും അടങ്ങി ഒതുങ്ങിയിരിക്കാനും അതിനൊക്കെ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു വഴിയാണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും സമരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അല്ല, എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണ്. കാരണം ഇപ്പം വിറ്റ് ജീവിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം വിറ്റ് ജീവിച്ചാ പോരെ? നിങ്ങൾ പ്രായപൂർത്തിയാകാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ കോൺക്രീറ്റ് പണിക്ക് പോയിട്ട് ചാവേണ്ട കാര്യമില്ല, ശരീരം അധ്വാനിക്കേണ്ട കാര്യം ഒന്നുമില്ല. എനിക്ക് എന്റെ ശരീരം വിറ്റ് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ. അവര് എന്തർത്ഥത്തിലാണ് മക്കളുടെ പ്രായം പോലും പരിധിയിൽ വെക്കാതെയാണല്ലോ അവര് സംസാരിക്കുന്നത്. ഒന്നും അല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ പ്രായം കണക്കിലെടുക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് മക്കളുടെയും മരണം സംബന്ധിച്ച് അവര് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? 100% നടന്നവരാ. 100% ഞാൻ പറയുന്നത് കൊലപാതകം തന്നെയാണ്. എങ്ങനെയാണത് നിങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞേ. കാരണം എന്താണെന്നറിയോ, ഞാനത് പറയാൻ കാര്യം എന്താണെന്നറിയോ, വളരെ വിശദമായി ഫോറൻസിക് വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ മകൾക്ക് 129 സെന്റിമീറ്റർ പൊക്കമുള്ളെങ്കിൽ പോലും അവർക്ക് 151 സെന്റിമീറ്റർ വരെ എങ്ങനെ എത്താം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും കൊടുത്ത് ശാസ്ത്രീയമായി തന്നെ ഇത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്നാണ് അവർ ഈ ചാർജ് ഷീറ്റിൽ തെളിയിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ കണ്ടിക്കാൻ അമ്മ എന്നുള്ള നിലയിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതാ ഞാൻ പറഞ്ഞത് സാറേ, ഇവിടെ വന്ന് ഈ ഷെഡിന്റെ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവർ സ്വയം ചെയ്തതാണെന്നുള്ള ചാർജ് ഷീറ്റ് കൊടുക്കാൻ നിൽക്കുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ അതാണെന്ന് വരുത്തി തീർക്കാൻ എന്തിനാ തീരുമാനിക്കണം? ഇവരാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ഇവർക്ക് കൊലപാതകമുള്ള രീതിയിൽ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, എന്തുകൊണ്ടാണ് അവർ ഈ ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാൻ ഇത്രയും കൂടുതൽ ആവേശം കാണിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അതാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ യഥാർത്ഥ വ്യക്തി വേറെ ആരും ഉണ്ട്. അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അവരിത് ഇത്തരം കളികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കെതിരായിട്ട് ഇതിങ്ങനെ നിങ്ങൾ മക്കളെ പീഡിപ്പിക്കാൻ കൂട്ടുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള ലോകത്ത് ആക്രി പെറുക്കി ജീവിക്കണ ഒരു അച്ഛനമ്മ പോലും മക്കളെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനോ മറ്റൊരു ആൾക്കാർക്ക് ചെയ്യാനോ സമ്മതിക്കൂല. ആക്രി പെറുക്കി നടക്കുന്ന അച്ഛനമ്മമാര് അത് ചെയ്യില്ല. അതെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ. അല്ല, അവരുടെ പ്രായം കൂടി നോക്കണല്ലോ സാറേ. അവർക്ക് 9-11 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രചരണത്തെ എങ്ങനെയാണ് നിങ്ങൾ പിള്ളേരുടെ അമ്മ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോ ഇത്രയും കാലം ഇന്ന് വരെ നമ്മള് സമരമായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇനിയാണെങ്കിലും ജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ എന്റെ മക്കളെ കൊന്നതാണെന്ന് വരുത്തി തീർക്ക്. അവര് സ്വയം ചെയ്തതാണ് പറയും തോറും ഞാൻ അന്നും ഇന്നും എന്നും പറയാൻ സാർ എന്റെ മക്കളെ കൊന്ന തന്നെയാണ് തന്നെ ഞാൻ പറയുന്നത്. അതിലൊരു സംശയമില്ല. പക്ഷെ അവര് എന്നെ ഇത്തരത്തില് ജനങ്ങളിപ്പോ നമ്മളെ സന്മനസ് കാണിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഒഴിവാക്കിക്കൊണ്ട് മക്കൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ നല്ല മനസ്സുകളുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, ഇനി സമരമായിട്ട് മുന്നോട്ട് പോകില്ല. അവരുടെ ലക്ഷ്യം അതായിരുന്നു. ഇനി ഞാൻ സമരമായിട്ട് മുന്നോട്ട് പോകില്ല, ഒരു പക്ഷത്തോടുകൂടി അടങ്ങി ഒതുങ്ങി ഇരിക്കും എന്ന് അവർക്ക് തോന്നിയെങ്കിൽ അത് അവർക്ക് തെറ്റി.
എന്നെ സംബന്ധിച്ചുള്ള എന്നെ എത്രമാത്രം തെറ്റുകാരി ആക്കിയാലും എനിക്ക് അറിയേണ്ടത് ഇതന്നെയാണ്. എന്റെ മക്കളെ കൊന്നത് ആരാന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ സമരമായിട്ട് ഇറങ്ങി തിരിച്ചതും ഇനി ഇവിടെ അങ്ങോട്ടേക്ക് സമരമായിട്ട് പോകുന്നു എന്നല്ല. ലോകത്തിന് ഒരു അച്ഛനമ്മയ്ക്കും ഞങ്ങൾക്ക് സംഭവിച്ചത് സംഭവിക്കാതിരിക്കട്ടെ, നമ്മളെ മക്കൾക്ക് സംഭവിച്ചു ഇനി ഒരു മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നേ ഞാൻ എന്നും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഈ മക്കളെ കൊന്നത് ആരാണെന്നുള്ള സമരത്തിൽ എന്റെ മുൻപന്തിയിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചതിന് ശേഷമേ നിങ്ങൾ പിന്മാറും. അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം ഇത് ഏതറ്റം വരെ അവർ ഞങ്ങളെ എന്തെല്ലാം ചെയ്ത് ഇനി എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ ഇറക്കിയിട്ട് ഒറ്റപ്പെടുത്തിയാലും അതിലൊന്നും തോറ്റ് പിന്മാറൂല. സ്വയം കെട്ടിത്തൂങ്ങി ചാവാനോ മരുന്ന് കുടിക്കാനോ ഞങ്ങൾ നിൽക്കൂല. പക്ഷെ മക്കളെ കൊന്നതാരാന്ന് കണ്ടെത്തുന്നത് വരെ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് ഉമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിവൈഎസ്പി, അവർക്കും ഇതിനകത്തൊരു സ്വാഭി താല്പര്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവർക്ക് അല്ല, അവർക്കും ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേക താല്പര്യം അല്ലെ? അവരല്ലേ ഇപ്പൊ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. അതെ, അപ്പൊ അവർക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ അവർക്ക് താല്പര്യം സാറേ, അവർക്ക് താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവര് ഇപ്പോഴും എന്നെ അച്ഛനെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നാറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റപത്രം കൊടുക്കാൻ അവർ തയ്യാറായത് അതുകൊണ്ടാണല്ലോ. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനും അവരുടെ മുഖം രക്ഷിക്കാനും വേണ്ടിയാണല്ലോ CBI ഉമ വരെ ശ്രമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം കൊടുത്തത്. അപ്പൊ അവർക്കിതിലെന്താ ലാഭം? മാത്രമല്ല, എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടി എന്റെ ഒരു സംശയം ചോദിക്കുകയാണ്. സോജന IPS കൊടുക്കാൻ വേണ്ടി എത്ര കാലം നിർത്തിവെച്ചു? ഞങ്ങൾ അച്ഛനും അമ്മനും പ്രതി ചേർത്തതിന്റെ 3-4 ദിവസങ്ങൾക്ക് ഗ്യാപ്പില് സോജന IPS കൊടുത്തില്ലേ? കേസ് അട്ടിമറിച്ചു എന്നുള്ള ലോകത്തിൽ മുഴുവൻ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. സോജനാണ് കേസ് അട്ടിമറിച്ചു എന്നുള്ളത്. അതില് അവന് IPS കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛനും അമ്മനെയും പ്രതിയാക്കിയിട്ട് പ്രതിപട്ടിക്ക് നിർത്തിയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അവർ തന്ത്രപൂർവ്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രതിപട്ടി. ഞാൻ അവസാനം ചോദിക്കട്ടെ, ഈ സോജന ഇതിനകത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊന്നും ചുരുക്കി എന്ന് പറഞ്ഞേ. സോജന ഇതിന്റെ അകത്ത് നടത്തി പറഞ്ഞ തുടക്കം മുതലേ കേസ് അട്ടിമറിച്ചത് അവരല്ലേ? മുഴുവൻ പ്രതികളെ രക്ഷപ്പെടുത്തിയില്ലേ? അതിലിപ്പോ ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള പ്രതികളെ രക്ഷപ്പെടുത്തിയാൽ സോജന എന്താണ് ഇത്ര താല്പര്യം കാണിക്കേണ്ട കാര്യം എന്താ? ഇത് അവര് തെറ്റിയതിന് ശിക്ഷ അനുഭവിക്കണ്ടേ? എന്തുകൊണ്ട് അവര് ശിക്ഷിച്ചില്ല? മാത്രമല്ല, ലോകമൊക്കെ 24 ചാനലുണ്ട്. എന്റെ മക്കളുടെ, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, അവർക്ക് 9-11 വയസ്സ് പ്രായമുള്ള മക്കൾക്ക് ലൈംഗിക ബന്ധത്തിന് ഇഷ്ടമായിരുന്നു എന്ന് കൂസലില്ലാണ്ട് പറഞ്ഞൊരു വ്യക്തിയല്ലേ? ലോകമൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ? എന്തായാലും ഭാഗ്യവതി ഇതിനൊരു സത്യം കണ്ടിട്ടേ ഇതിനകത്ത് പിന്തിരിയുള്ളൂ. ഉറപ്പായിട്ടും സാർ. അതാ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ായിട്ട് കെട്ടിപ്പിന് ചാവാനോ മരുന്ന് കുടിക്കാനൊന്നും നിൽക്കില്ല. ഇവരെന്തെല്ലാം ഞങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞാലും ചെയ്താലും എന്റെ മക്കൾ നഷ്ടപ്പെട്ടാലും അപ്പുറം ഒന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല. പക്ഷെ എന്റെ മക്കളെ കൊന്നതാരാണ് എനിക്ക് അറിഞ്ഞേ പറ്റൂ.